ഇവിടെ നേരത്തെ ഒരു സ്വാഗതഗാനം അവതരിപ്പിച്ചല്ലോ. അപ്പോൾ അതിലിതെല്ലാം ഓരോന്നായിട്ട് അവർ എടുത്തു പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അതിൻ്റെ കൂട്ടത്തിൽ പറയുകയുണ്ടായി, ഈ യാത്രാ സൗകര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലയോര ഹൈവേ, തീരദേശ ഹൈവേ രണ്ടിനും കൂടി 10,000 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അത് രണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ കാണേണ്ടതാണ് കേരളത്തിൽ സാധാരണ റോഡുകളിൽ വന്ന മാറ്റം. നല്ല മാറ്റം PWD റോഡുകൾക്കാകെ വന്നിരിക്കുന്നു. വലിയ തോതിലുള്ള സൗകര്യപ്രദമായ യാത്ര നടത്താൻ കഴിയുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. പാലം കഴിഞ്ഞ ദിവസം 150ാമത്തെ പാലം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് വന്ന വാർത്ത. ഓരോ ഇത്തരം പരിപാടികളും വൻപിച്ച ആൾക്കൂട്ടമാണ് ഒഴുകിയെത്തുന്നത്. ഇത്തരം പരിപാടികളിൽ അത്ര കണ്ട് ജനങ്ങൾ ആവേശഭരിതരാണ്. ഇത് നാടിൻ്റെ വികസനത്തിന് എല്ലാവരും തൽപരരായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ഈ രംഗങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം, വിദ്യാഭ്യാസ മേഖല 2016 1000-ഓളം സ്കൂളുകളാണ് അടച്ചുപൂട്ടേണ്ട ലിസ്റ്റിലുണ്ടായിരുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോവുകയായിരുന്നു. അന്ന് കണക്കാക്കിയത് 5 ലക്ഷം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കാണ്. 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു അനുഭവം നമ്മൾ ഓർത്താൽ മതി. നിങ്ങളെ ശ്രദ്ധയിലുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ആ ഘട്ടത്തിൽ നാട്ടിലുണ്ടാവും, 2016 മുൻപ് നാട്ടിലുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലാക്കിയവർ കാണും. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നതിന് ക്ലാസ്സിൽ പഠിക്കുന്ന പാഠത്തിൻ്റെ പുസ്തകം കയ്യിൽ വേണ്ടേ കുട്ടീനെ? കുട്ടികൾക്ക് പുസ്തകം കിട്ടിയില്ലല്ലോ. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകർ ആ പുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഇങ്ങനൊരു ഗതികേട് വരേണ്ട വല്ല കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗതികേടല്ലേ അത്? കാരണം എല്ലാവർക്കും അറിയാലോ, ജൂൺ 1 നാട്ടിൽ സ്കൂൾ തുറക്കുമെന്ന്. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ ജൂൺ മാസം കഴിഞ്ഞിട്ടാണോ പാഠപുസ്തകത്തിൻ്റെ കാര്യം ആലോചിക്കേണ്ടത്? നേരത്തെ ആലോചിക്കണ്ടേ? ആരാ കുറ്റാത്? പോട്ടെ, മാറ്റം വന്നല്ലോ. ആ മാറ്റം വന്നപ്പോൾ കേരളത്തിൽ പാഠപുസ്തകത്തിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി. ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പാഠപുസ്തകം കുട്ടിയുടെ കയ്യിൽ കിട്ടുകയാണ്. വെക്കേഷൻ സമയത്ത് കുട്ടീൻ്റെ കയ്യിൽ പാഠപുസ്തകമുണ്ട്. അതല്ലേ കരുതൽ? ആ കരുതൽ മാത്രമാണ് ഉണ്ടായത്. 5000 കോടിയോളം രൂപയാണ് ഈ പൊതുവിദ്യാലയങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത്. 2000-ഓളം സ്കൂളുകൾ, ക്ലാസ് മുറികൾ സ്മാർട്ടാക്കൽ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സ്കൂളുകൾ ഹൈടെക് ആക്കൽ, ക്ലാസ് മുറികളിൽ AI-യും റോബോട്ടിക്കും എല്ലാം പഠിക്കുന്ന കുട്ടികൾ പൂർണ്ണമായി തകർന്നടിഞ്ഞു പോകും എന്ന് കണക്കാക്കിയ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തുന്ന പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിലേതാണ് എന്ന് നീതി ആയോഗ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. തുടർച്ചയായി 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി വന്നു ചേരുന്നു. ഇതാണ് മാറ്റം. നമ്മുടെ ആരോഗ്യരംഗം
ആരോഗ്യരംഗം 10 വർഷം മുൻപുള്ളതൊന്ന് ആലോചിച്ചാൽ മതി. വല്ലാത്ത തകർച്ചയായിരുന്നല്ലോ. 2016 ഞങ്ങൾ വന്നപ്പോൾ ചെയ്തൊരു നടപടി, നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ ഒരു മിഷൻ പ്രവർത്തനം, ആർദ്രം മിഷൻ. പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷനായിരുന്നു. ആരോഗ്യരംഗത്ത് ആർദ്രം മിഷൻ. എന്താ അതുകൊണ്ട് സംഭവിച്ചത്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു. വലിയ മാറ്റം കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടായില്ലേ? ഇപ്പോൾ കോവിഡിൻ്റെ അനുഭവം എടുത്താൽ മതി. കോവിഡിൻ്റെ ഘട്ടത്തിൽ നമ്മുടെ ലോകത്തിലെ സമ്പൽ സമൃദ്ധ രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കുന്ന രാഷ്ട്രമടക്കം മുട്ടുകുത്തിപ്പോയി കോവിഡിന് മുന്നിൽ. പക്ഷെ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുമല്ലോ, ഒരു ഘട്ടത്തിലും മുട്ടുകുത്തേണ്ടി വന്നില്ല. കോവിഡിൻ്റെ മൂർധന്യ ദശ, ആ മൂർധന്യ ദശയിലും നാം ഒരുക്കിയ ആരോഗ്യ സൗകര്യങ്ങൾ, നമ്മുടെ ആശുപത്രികളിലെ സൗകര്യങ്ങൾ കോവിഡിൻ്റെ ശേഷിയെ കവച്ചു നിന്നു. അപ്പോഴും ബെഡുകൾ ആശുപത്രികൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. വെന്റിലേറ്റർ പലയിടങ്ങളിലും ഒഴിവുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കേട്ടതാണ്. അതിൻ്റെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടതാണ്. കേരളത്തിൽ ആവശ്യമായത്ര വെന്റിലേറ്ററുകൾ അപ്പോഴും ഒഴിവുണ്ടായിരുന്നു. അവിടെയാണ് രാജ്യവും ലോകവും നമ്മുടെ നാടിനെ നോക്കി ആശ്ചര്യപ്പെട്ടത്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ സൃഷ്ടിക്കാനായത്? അത് നേരത്തെ മുതൽ ആരോഗ്യരംഗത്ത് മാറ്റം വരുത്താൻ വേണ്ടി ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ചികിത്സ ലഭ്യമാകണമെന്ന താല്പര്യത്തോടെ ആർദ്രം മിഷനിലൂടെ നാം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. ഇതല്ലേ മാറ്റമെന്നത്? ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ, എല്ലാ മേഖലകളിലും മാറ്റം കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. നമ്മുടെ നാട് ആകെ ആഗ്രഹിക്കുന്ന കാര്യമാണത്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണത്. ഇപ്പം നാം കാണേണ്ടത്, ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മത്സരവും വരും. മത്സരം നടന്ന് വിജയിച്ചു വരുന്നു. വിജയിച്ചു വന്ന ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി പ്രവർത്തിച്ചവരുടെ മാത്രം ഗവൺമെൻറ് ആണോ? നാടിൻ്റെ ആകെ ഗവൺമെൻറ് അല്ലേ? നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യതയുള്ളതല്ലേ ഗവൺമെൻറ്റിന്? ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയല്ലേ പ്രവർത്തിക്കേണ്ടത്? അതിൽ മാറ്റം വരുത്താൻ പറ്റുമോ? ഇതിനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. ആ ശ്രമത്തിൽ ഒരു മറയുമില്ലാതെ പറയാൻ പറ്റും, നാടും നാട്ടുകാരും പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. നാടും ജനങ്ങളും നല്ല ഒരുമയോടെയും ഐക്യത്തോടെയും ഇക്കാര്യത്തിൽ പിന്തുണ നൽകിയിട്ടുണ്ട്.